നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാജ്യസഭയിലും വലിയ രീതിയിലുള്ള വാക്പോരുണ്ടായിരിക്കുകയാണ്. അതായത് ഇടത് എംപിമാരെ എതിർത്ത ജയറാം രമേശിനോട് ഒരു CPI നേതാവിന്റെ പേര് പറഞ്ഞാൽ 1 ലക്ഷം രൂപ തരാമെന്ന് സന്തോഷ് കുമാർ MP വെല്ലുവിളിക്കുകയായിരുന്നു. ജോലി സ്ഥലത്തെ ലൈംഗിക പീഡനങ്ങൾക്കെതിരെ സ്വകാര്യ ബിൽ അവതരിപ്പിച്ച കോൺഗ്രസ് MP ജെബി മേത്തറെ രാഹുൽ വിഷയം പരാമർശിച്ച് ജോൺ ബ്രിട്ടാസ് MP ആണ് പരിഹസിച്ചിരിക്കുന്നത്. അതായത് പോക്സോ ബില്ലിൽ ഭേദഗതി, തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനത്തിനെതിരായ പുതിയ നിയമനിർമ്മാണം തുടങ്ങിയുള്ള സ്വകാര്യ ബില്ല് അവതരണ വേളയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ രാജ്യസഭയിൽ ചർച്ചയായത്. അതായത് കോൺഗ്രസിനെ ആക്രമിക്കാനുള്ള ഒരു ആയുധമാക്കി അത് രാജ്യസഭയിലും എടുക്കുകയായിരുന്നു. കർണാടകത്തിലെ യെദ്യൂരപ്പയെ പരോക്ഷമായി പരാമർശിച്ച സന്തോഷ് കുമാർ MP കേരളത്തിൽ കത്തി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളും ചൂണ്ടിക്കാട്ടുകയായിരുന്നു. പ്രസംഗത്തിൽ ഇടപെട്ട കോൺഗ്രസ് MP ജയറാം രമേശ് CPI നേതാക്കളുടെ പേരുകൾ പറയുമെന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. ഇത്തരം പരാതികളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് നിർദ്ദേശിച്ച് സന്തോഷ് കുമാർ പാർട്ടി ഭരണഘടനകളിലും ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇതിനിടെയാണ് തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനത്തിന് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്ന പുതിയ നിയമനിർമ്മാണം സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച ജെബി മേത്തർ MPക്കെതിരെ ജോൺ ബ്രിട്ടാസ് MP രൂക്ഷമായ വിമർശനം ഉയർത്തിയത്. രാജ്യസഭയിൽ വലിയ വർത്തമാനം പറയുന്ന ജെബി മേത്തർ സഹപ്രവർത്തകൻ പ്രതിയായ കേസിൽ വാ തുറന്നിട്ടില്ലെന്ന ആരോപണമാണ് ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് പാർലമെന്റിൽ പരാമർശിച്ച് ദേശീയ തലത്തിലും ഇത് ചർച്ചയായിരിക്കുകയാണ്. ലൈംഗിക പീഡന കേസിന്റെ പേരിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തമ്മിലടിച്ചത് BJPക്കും പുതിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാജ്യസഭയിലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുന്നു. അതായത് ഒരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമായി തന്നെ അവിടെയും ഇത് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി നിർണായകമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വൈകൃതക്കാരനെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും M മുകേഷിന്റെയും പീഡന പരാതികൾ തമ്മിൽ താരതമ്യമില്ല എന്ന് MP ഗോവിന്ദനും പറഞ്ഞു. മാങ്കൂട്ടത്തിനെ ചൊല്ലി രാജ്യസഭയിൽ ഇടത് കോൺഗ്രസ് അംഗങ്ങൾ നേർക്കുനേർ പോരടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങളെന്ന മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണത്തിനും വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊക്കെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മുകേഷ്, P ശശി അടക്കമുള്ള പേരുകൾ പറഞ്ഞാണ് പ്രതിരോധം എതിർഭാഗത്തു നിന്നും ഉയരുന്നത്. രാഹുലിന് വെട്ടുക്കിളിക്കൂട്ടം സംരക്ഷണം ഒരുക്കിയെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. കോൺഗ്രസിന്റെ സംരക്ഷണത്തിലാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും വിമർശിക്കുകയുണ്ടായി. നിർണായകമായ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഇന്ന് 10ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോയിട്ട് എവിടെയാണ് രാഹുൽ എന്ന ചോദ്യമൊക്കെ ശക്തമാവുകയാണ്. അതേസമയം പരാതിക്കാരിയുമായി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. പരാതിക്കാരിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ ആരായുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.